മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയാണെങ്കിൽ വിഷുവിനുണ്ടാക്കിയിട്ടുള്ള പായസങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങളെങ്കിലും ഈ പായസം ഒന്ന് കുടിക്ക്, ഇതാരും ഉണ്ടാക്കിയിട്ട് കുടിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് ആകെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പായസം കൊടുക്കുന്നു. അതിനുശേഷം ലേഖ പറയുന്നുണ്ട്, എന്നാണെങ്കിലും മഞ്ജു പോയിട്ട് ഒരു വിവരവും അറിയാനില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മഞ്ജു അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ലേഖേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, കണ്ണേട്ടൻ ഇങ്ങോട്ട് തന്നെയാണ് ഏടത്തിയെ കൊണ്ടുവരാൻ പോകുന്നത്. ഏടത്തിയുടെ പ്രസവം വരെ കണ്ണേട്ടൻ ഇവിടെ തന്നെയായിരിക്കും ഏടത്തിയെ നിർത്തുന്നതെന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലേഖയ്ക്കാണെങ്കിൽ വളരെയേറെ സന്തോഷമാകുന്നുണ്ട്. ഏട്ടത്തിക്ക് സുഖപ്രസവം നടക്കണം, അത് മാത്രമേ കണ്ണേട്ടന് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം മനസ്സറിയാവുന്ന കണ്ണേട്ടൻ ഇങ്ങോട്ട് തന്നെയാണ് ഏട്ടത്തിയെ കൊണ്ടുവരുന്നതെന്നെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നുണ്ട്, എന്നാണെങ്കിൽ ലേഖ അവിടെ വിഷുസദ്യയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കവിടെ പോയി സദ്യ കഴിക്കണ്ടേ എന്നെല്ലാം പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും കഴിക്കണമെന്ന് പറയുകയാണ്. അതിനുശേഷം അവരങ്ങോട്ട് പോകാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതേസമയം കണ്ണൻ പറയുന്നത്, എനിക്കിവിടെ വിഷസദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇനി ഇവിടെ നിന്ന് വിശ്വസിച്ച് തിന്നാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുക തന്നെ ചെയ്യും, അതേപോലത്തെ വിഷങ്ങളെല്ലാം അവരതിൽ ചേർക്കുമെന്നെല്ലാം പറയുകയാണ്. ഇനി ഇവിടെ ആർക്കും സദ്യയൊന്നും വേണ്ടേ എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് എന്നെ കളിയാക്കുകയൊന്നും വേണ്ട എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. ഇതിൽ കൂടുതലൊരു അപമാനം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാനില്ല എന്ന് കരുണ പറയുമ്പോഴേക്കും, നീയല്ലേ ഒന്നും വിശ്വസിക്കാതിരുന്നത്, ഞാൻ എന്തു പറഞ്ഞാലും നീ മണ്ടനാണെന്നെല്ലാം പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നില്ലേ, ഇപ്പോൾ നിനക്ക് തികച്ചും പൂർത്തിയായിട്ട് കിട്ടിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം ഉണ്ണി പറയുന്നുണ്ട്, അവർ രണ്ടുപേരും വക്കീലന്മാരല്ലേ, അവർക്ക് നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണെന്നെല്ലാം പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കണ്ണൻ വരുന്നുണ്ട്. എളുപ്പം, നീ പറഞ്ഞത് കറക്റ്റാണ്, ഞങ്ങൾക്ക് നിങ്ങളെ എളുപ്പം പറ്റിക്കാൻ പറ്റും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും മര്യാദക്ക് തന്നെ ഇനി ഇവിടെ ജീവിച്ചോണം എന്നെല്ലാം താക്കീത് കൊടുക്കുന്നുണ്ട് കണ്ണൻ. ഇപ്പോൾ എൻ്റെ ഭാര്യയും കൂട്ടി എൻ്റെ ഭാര്യയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തോട്ട് തന്നെ ഞാൻ പോവുകയാണ്. പിന്നീട് അവളുടെ പ്രസവത്തിന് ശേഷം എൻ്റെ കുഞ്ഞും ഭാര്യയും ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കും. അതിലെന്തെങ്കിലും അസൗകര്യമുള്ളവരൊന്നും ഈ വീട്ടിൽ നിൽക്കണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നെല്ലാം കണ്ണൻ തുറന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹി പറയുന്നുണ്ട്, എൻ്റെ പ്രസവശേഷം ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, അത് എൻ്റെയും കണ്ണേട്ടൻ്റെയും അവകാശത്തിൽപ്പെട്ട വീടാണ് ഈ കമലേശ്വരം തറവാട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ നിങ്ങളൊരു തടസ്സമാണെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നോണമെന്നെല്ലാം മഹി പൂർണ്ണമായിട്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഇത് കേട്ട് വളരെയേറെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കരുണയും ദുർഗയും എല്ലാം. പിന്നീട് കണ്ണൻ എടുത്തു കൊടുത്തിട്ടുള്ള വിഷുക്കോടിയും എല്ലാം എടുത്ത് സന്തോഷകരമായിട്ട് ഇരിക്കുന്ന പ്രതാപൻ്റെ അടുത്തോട്ട് നമ്മുടെ കരുണയാണെങ്കിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്ന കരുണയെ കാണുന്നതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പോലെ നിൻ്റെ മുഖത്തൊരു വാട്ടമെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം തീർന്നല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ തുള്ളിച്ചാടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ആ ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ എല്ലാവർക്കും മനസ്സിലായി, അത് കണ്ണേട്ടനാണെന്ന് പറയുന്നത് കേൾക്കുന്നതും എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന് അകത്തു നിന്ന് വരുന്ന മോഹിനിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. ഇപ്പോഴെങ്കിലും എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ അച്ഛനെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നോർത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് മോഹിനി. ഞങ്ങൾ ഭയന്നിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നതെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് പ്രതാപനും മുത്തശ്ശിയുമെല്ലാം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം കണ്ണന് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനും കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചെല്ലാം ഇവരോട് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒറ്റ ഒരു ഭയത്തോടു കൂടി തന്നെയാണ് പ്രതാപനും മുത്തശ്ശിയും എല്ലാം ചോദിക്കുന്നത്. എന്താണെങ്കിലും ഇതിലെന്തോ ഒരു ചതിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ചതിയും ഇവിടെ നടന്നിട്ടില്ല, കണ്ണൻ്റെ കുഞ്ഞ് തന്നെയാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നതെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്കെല്ലാം ബോധ്യമായല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനി അവരുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും മോഹിനിയുടെ നേരെ ചാടിക്കടിക്കുകയാണ് കരുണ പറയുന്നുണ്ട്, ഈ അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു, ഈ അമ്മയും കൂടിയാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കുഞ്ഞിനെ ഇനി ഒരു അവകാശികളെയും കൂട്ടി പറയില്ലല്ലോ എന്നുള്ള ഒരു സമാധാനമാണ് എനിക്കുള്ളതെന്നെല്ലാം മോഹിനി പറയുന്നത് കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് കരുണയ്ക്ക്. എന്നിട്ട് കരുണയാണെങ്കിൽ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും നേരെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുത്തരാണ് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള കാരണം, നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് നഷ്ടമായതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ ചാടിക്കടിക്കുന്നുണ്ട് കരുണ. അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷ്മിക്ക് മുമ്പേ ഞാനൊരു അമ്മയായേനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത് കേട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.